നമ്മള് കേരളീയര് വളരെ ഗുരുതരമായൊരു പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലുള്ള അക്രമവാസന, ഹിംസ, അത് അമ്പരപ്പിക്കുന്ന മട്ടിൽ വളർന്നിട്ടുണ്ട്. അത് പണ്ട് കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിലായിരുന്നെങ്കിൽ ഇപ്പൊ അത് അധ്യാപകർക്കും കുടുംബക്കാർക്കും എതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. വളരെ മാരകമാണ് അവസ്ഥ. ഇതിന്റെ കാരണങ്ങളെപ്പറ്റി വലിയ ചർച്ച നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ. അതിലിപ്പോ സിനിമ ഒരു കാരണമാണ്, സീരിയൽ ഒരു കാരണമാണ്, വാട്സപ്പ് ഒരു കാരണമാണ്, ഫേസ്ബുക്ക് ഒരു കാരണമാണ്, യൂട്യൂബ് ഒരു കാരണമാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു കാരണമാണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രവൃത്തികളും കാരണമാണ്. എന്നെ പലതും പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. അത് സങ്കീർണമായ ഒരു കാര്യമാണ്. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വിട്ടുപോകുന്നുണ്ട് എന്ന് കേരളത്തിലെ മാതാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ ക്യാമറയുടെ മുമ്പിൽ വന്നത്. എന്താന്ന് വെച്ചാല് യാഥാർത്ഥ്യബോധം ഇല്ലാതെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനപരമായി സ്വഭാവ രൂപീകരണമാണ്. വിനയം ഉള്ളവരായി, മര്യാദ ഉള്ളവരായി, സ്നേഹം ഉള്ളവരായി, അഹിംസ ശീലിക്കുന്നവരായി, ദയവുള്ളവരായി മനുഷ്യരെ വളർത്തിയെടുക്കാനാണ് വിദ്യാഭ്യാസം. ആ കൂട്ടത്തില് അവർക്ക് ജീവിതത്തെപ്പറ്റി വളരെ യാഥാർത്ഥ്യബോധം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ തെളിവ് ഞാൻ പറയാം. നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ പരീക്ഷ നടക്കുന്നു. അപ്പൊ എന്താ നടക്കുന്നത്? എല്ലാവരും ജയിക്കുകയാണ്. മാർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. ആലോചിച്ചോ, എല്ലാവരും ജയിക്കുന്ന പരീക്ഷ എന്ത് പരീക്ഷ? എന്തിനാണ് ആ പരീക്ഷ നടത്തുന്നത്? അപ്പോ ചില അധ്യാപകർ, ചില സംഘടനകൾ, ചില വ്യക്തികൾ ഒരു സിദ്ധാന്തം പറയുന്നുണ്ട്. കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല. തോൽപ്പിക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. തോൽപ്പിക്കല്ല, അവരെഴുതി തോൽക്കുകയാണ്. ജയിപ്പിക്കല്ല, അവരെഴുതി ജയിക്കുകയാണ്. അപ്പോ അവര് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുക, ഇതാണ് വേണ്ടത്. അപ്പോ പഠിച്ചില്ലെങ്കിലും ഉത്തരം എഴുതിയില്ലെങ്കിലും പാസ്സാവും എന്ന് വന്നാൽ കുട്ടികളുടെ ഇടയ്ക്ക് അലസത വരും, ഉത്തരവാദിത്ത കുറവ് വരും. അവർക്ക് ഇതൊക്കെ എത്രയല്ലേ ഉള്ളൂ എന്നൊരു നിസ്സാര ഭാവം വരും. അപ്പോ അവരെ പരീക്ഷ എന്ന് പറഞ്ഞതിനാണ് അവർ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ, ഓർത്തെഴുതുന്നുണ്ടോ എന്ന് അറിയാൻ മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ നേരിടാനുള്ള ചില ഘട്ടങ്ങളുടെ പരിശീലനം കൂടിയാണത്. കാരണം ജീവിതത്തിൽ പരാജയമുണ്ട്, വിജയവുമുണ്ട്. പരാജയം വന്നാൽ അത് സ്വീകരിച്ച് അത് വിജയമാക്കി മാറ്റണം, വീണ്ടും പരിശ്രമിക്കണം. അതിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോ അവര് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ഇപ്പൊ പാസ്സായി, വലിയ മാർക്ക് കിട്ടി പാസ്സായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ജോലിയുണ്ട്, ജോലിയിൽ മത്സരമുണ്ട്, ബിസിനസ്സിൽ മത്സരമുണ്ട്, കല്യാണ രംഗത്ത് മത്സരമുണ്ട്, എല്ലായിടത്തും മത്സരമുണ്ട്. അവർ തോൽക്കുകയും ചെയ്യും. അപ്പോ അതിന്റെ മുമ്പിൽ കൈകാലുകൾ തളർന്നു പോവാതെ അതിനെ നേരിടാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതിയവൻ മാത്രമേ പാസ്സാവുള്ളൂ, എഴുതാത്തവൻ പാസ്സാവില്ല എന്ന് വരണം. കാരണം പഠിച്ചവൻ ഒരു വിലയില്ലാതാവുകയാണ്. പഠിച്ചവനും പഠിക്കാത്തവനും, ഉത്തരം എഴുതിയവനും എഴുതാത്തവനും തുല്യമായിട്ട് വരികയാണ്. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, എല്ലാവർക്കും A+ ഉണ്ട്, എല്ലാവർക്കും സെക്കൻഡ് ക്ലാസ് ഉണ്ട്. എന്താ ഇത് ആലോചിച്ച് നോക്കൂ. അപ്പോ തോൽക്കുന്നില്ല എന്നുള്ള, അങ്ങനെയല്ല. ജീവിതത്തിൽ തോൽവിയുണ്ട്, ജീവിതത്തിൽ വിജയമുണ്ട്, വിജയം നേടണം. ആ തരത്തിൽ ഒരു പരിശീലനം കൊടുക്കുന്ന തരത്തിൽ നമ്മുടെ പരീക്ഷാ സമ്പ്രദായം മാറ്റിയാൽ മാത്രമേ കുട്ടികൾക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവുള്ളൂ. പിന്നെ അവരെ നമ്മുടെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പരീക്ഷയിൽ, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? സ്നേഹം, അഹിംസ, ദയ, കാരുണ്യം, ആദരം തുടങ്ങിയുള്ള മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? സാഹിത്യവും ചരിത്രവും ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നാണോ നമ്മുടെ അധ്യാപകർ, നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ പരീക്ഷാ ബോർഡുകാരൊക്കെ വിചാരിക്കുന്നത്? അതും രക്ഷകർത്താക്കൾ ഓർക്കണം. കാരണം കുട്ടികൾക്ക് ആ ഇളം പ്രായത്തിൽ കൊടുക്കേണ്ട മൂല്യങ്ങളെ പറ്റി, അത് ഉൾക്കൊള്ളുന്ന സാഹിത്യത്തെ പറ്റി, അത് ഉൾക്കൊള്ളുന്ന ചരിത്രത്തെ പറ്റി ഒരു ധാരണ വേണം.
അത് ഇല്ലാത്തതിന്റെയും കൂടി ദുഷ്ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അതിനെപ്പറ്റി ഒരു വീണ്ടും വിചാരം നടത്താൻ ഈ സന്ദർഭം ഉപകരിക്കുമാറാകട്ടെ എന്നാണ് എനിക്ക് എല്ലാ രക്ഷകർത്താക്കളോടും അപേക്ഷിക്കാനുള്ളത്.